ഹലോ വ്യൂവേഴ്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആധാറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നിരവധി സംശയങ്ങളാണ് നമുക്ക് ആധാറുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രധാനമായും കുട്ടികളുടെ ആധാറിനെ പറ്റിയാണ്. കുട്ടികളുടെ ആധാർ എപ്പോൾ എടുക്കണം, എന്തൊക്കെ പ്രൂഫുകളാണ് വേണ്ടുന്നത്, അവരുടെ ആധാർ എപ്പോഴൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പിന്നെ നമ്മുടെ എടുത്ത ആധാറിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ആദ്യമായി കുട്ടികളുടെ ആധാർ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി പറയാം. ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആധാർ എടുക്കാൻ പറ്റുന്നതാണ്. അതിന് പ്രധാനമായും വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റും കുട്ടിയുടെ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ ഈ എൻറോൾമെന്റ് സെന്ററിൽ പോകേണ്ടതാണ് കുട്ടിയെയും കൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരുടെ ആധാറിലെ പേരും ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേരും കറക്റ്റ് ആയിരിക്കണം. ആരാണോ പോകുന്നത് അവരുടെ ആധാറിലെ അഡ്രസ്സായിരിക്കും കുട്ടിക്ക് അഡ്രസ്സായിട്ട് കിട്ടുന്നത്. ഇത്ര മാത്രമേ ആധാർ ഒരു കുട്ടിക്ക് എടുക്കാൻ ആവശ്യമായിട്ടുള്ളൂ. പിന്നെ വിദേശ രാജ്യങ്ങളിൽ ജനിച്ച കുട്ടികളുണ്ട്. അവർക്കാണെങ്കിൽ പാസ്പോർട്ടും രക്ഷകർത്താവും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കൂടെ പോകണം. അവരുടെ ആധാറും കൂടെ കൊണ്ടുപോയാൽ മതിയാകും. പിന്നെ നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു സംശയം, ഈ കുട്ടികളുടെ ആധാർ എങ്ങനെയാണ് അപ്ഡേഷൻ ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ഈ ആധാർ അപ്ഡേഷൻ ചെയ്യേണ്ടത്? 5 വയസ്സിൽ താഴെ ഒരു കുട്ടിക്ക് എൻറോൾമെന്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായും 5 വയസ്സിനും 7 വയസ്സിനും ഇടയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം കുട്ടിക്ക് ആദ്യം 5 വയസ്സിൽ താഴെ ആധാർ എടുക്കുമ്പോൾ അവരുടെ ബയോമെട്രിക്സ് ഒന്നും അതിൽ ഉൾപ്പെടുത്തുന്നില്ല. 5 വയസ്സിന് ശേഷമാണ് ഈ ബയോമെട്രിക്സ്, അവരുടെ കൈ, കണ്ണ് പോലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ കൃത്യസമയത്ത് തന്നെ ചെയ്തിരിക്കേണ്ടതാണ്. ഈ 5 വയസ്സിനും 7 വയസ്സിനും ഇടയ്ക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് 15 വയസ്സിനും 17 വയസ്സിനും ഇടയിൽ ഒന്നുകൂടെ നമ്മൾ ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബയോമെട്രിക് അപ്ഡേഷൻ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പ്രൂഫുകളൊന്നും വേണ്ട. കുട്ടിയും ആധാറും കൂടെ എൻറോൾമെന്റ് സെന്ററിൽ ചെന്നാൽ മതിയാകും. പിന്നെ നമുക്ക് വളരെയേറെ സംശയമുള്ള ഒരു കാര്യമാണ്, എടുത്ത ആധാറിലെ തെറ്റുകൾ എങ്ങനെ തിരുത്താം, അവയ്ക്ക് എന്തൊക്കെ പ്രൂഫുകളാണ് വേണ്ടുന്നത്? നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ തിരുത്തുന്നത് അഡ്രസ്സ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് മുതലായവയാണ്. അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ നമ്മുടെ SLC ബുക്ക് അതുപോലെയുള്ള പ്രൂഫുകൾ മതിയാകും. SLC ബുക്ക്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഇവയെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താവുന്നതാണ്. അതുപോലെ നെയിം കറക്ഷൻ ആണെങ്കിൽ വോട്ടർ ID, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ ഉള്ള SLC ബുക്ക്, പിന്നെ റേഷൻ കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഓണർക്ക് മാത്രമേ നമുക്ക് പേര് തിരുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ അഡ്രസ്സ് തിരുത്താൻ റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വോട്ടർ ID അങ്ങനെയുള്ള നിരവധി പ്രൂഫുകളുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് UID തരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ചാൽ നമുക്ക് അഡ്രസ് തിരുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞല്ലോ. കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ അപ്ഡേഷനുകൾ നമ്മൾ യഥാസമയം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ അവരുടെ പല ആപ്ലിക്കേഷനുകളും അയക്കുന്നതിനും ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനും എല്ലാം ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. നമ്മൾ ഒരു കുട്ടിക്ക് ഒരു 10ാം ക്ലാസ്സിൽ ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി അപ്ഡേഷൻ ചെയ്തു വെച്ചാൽ പിന്നീട് നമുക്ക് ആ ആപ്ലിക്കേഷൻ അയക്കാൻ ചെല്ലുന്ന സമയത്ത് പലർക്കും അയക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അതിനു മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അപ്ഡേഷനുകൾ ചെയ്യേണ്ടതാണ്.